ഹായ് മക്കളെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആക്കിയില്ലേ? അതേമാതിരി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് നോക്കിയാലോ. സെക്കൻഡ് ചാപ്റ്ററിൽ എൻ്റെ പേരെന്തായിരുന്നു? പീരിയഡിക് ടേബിൾ അല്ലേ? പീരിയഡിക് ടേബിൾ ആണല്ലോ. ആ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് എന്താ പഠിച്ചത്? മെൻ്റെ ലീവ് അല്ലേ? മെൻ്റെ ലീവ് എന്ത് ചെയ്തു? ഒരു പീരിയഡ് ടേബിൾ കണ്ടെത്തി അല്ലേ? എന്തിൻ്റെ ഓർഡറിലായിരുന്നു? ആറ്റോമിക മാസ് കൂടി വരുന്ന രീതിയിൽ എന്ത് ചെയ്തു? എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തു അല്ലേ? എന്നിട്ട് ഒരു പീരിയഡ് ടേബിൾ ഉണ്ടാക്കി. പക്ഷെ ഇതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ? അങ്ങനെ ഇത് ആരറിഞ്ഞു? ഹെൻറി മോസ്ലി. ആരാണ്? ഹെൻറി മോസ്ലി അറിഞ്ഞു. അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. എന്ത് എക്സ്പെരിമെന്റാ ചെയ്തത്? എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്. അദ്ദേഹം എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ആറ്റത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ളതും കെമിക്കൽ ആയിട്ടുള്ളതും പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആറ്റോമിക നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിട്ടായിരിക്കും. അങ്ങനെ അദ്ദേഹം എന്ത് പറഞ്ഞു? ഒരു മോഡേൺ പീരിയഡിക് ലോ പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, ആധുനിക പീരിയഡിക് നിയമം പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു ആറ്റത്തിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഒരു ആറ്റത്തിന്റെ ഭൗതികമായതും രാസപരമായ സ്വഭാവങ്ങളും എന്താണ്? ആറ്റോമിക നമ്പറിന്റെ പീരിയഡിക് ഫംഗ്ഷൻ ആണ്. ആറ്റോമിക് നമ്പറിന്റെ പീരിയഡിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അതാണ് എന്ത്? മോഡേൺ പീരിയഡിക് ലോ അല്ലേ? ഈ പീരിയഡിക് ലോ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. നാളത്തെ എക്സാമിന് 1 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങളോട് ചോദിക്കും. അത് പറഞ്ഞതാരാണ്? ഹെൻറി മോസ്ലി ആണ്. അങ്ങനെ ഇത് ആരറിഞ്ഞു? മെൻഡലീവ് അറിഞ്ഞപ്പോൾ മെൻഡലീവ് എന്ത് ചെയ്തു? വീണ്ടും പീരിയഡ് ടേബിൾ ഉണ്ടാക്കി അല്ലേ? എങ്ങനെ ഉണ്ടാക്കി? ആറ്റോമിക നമ്പർ കൂടി വരുന്ന രീതിയിൽ ആറ്റോമിക നമ്പറിന്റെ അസെൻഡിങ് ഓർഡറിൽ ഉണ്ടാക്കി. ഓക്കെ അല്ലേ? അസെൻഡിങ് ഓർഡറിൽ എന്തുണ്ടാക്കി? പീരിയഡിക് ടേബിൾ ഉണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യത്തെ പീരിയഡ് ടേബിളിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ആദ്യത്തെ പീരിയോഡിക് ടേബിളിലായിട്ടുള്ള സോഫ്റ്റ് മെറ്റൽസ് ആയ സോഡിയം പൊട്ടാസ്യവും ഹാർഡ് മെറ്റൽസ് ആയിട്ടുള്ള സിൽവറും കോപ്പറും ഇവരൊക്കെ ഒരു ഗ്രൂപ്പിലാണ് പെട്ടിരുന്നത്. ഇവര് സോഫ്റ്റ് ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യവും ഹാർഡ് ആയിട്ടുള്ള ആരൊക്കെയാണ്? സിൽവറും കോപ്പറും. ഇവര് സെയിം ഗ്രൂപ്പിലായിരുന്നു. അങ്ങനെ പറ്റുമോ? വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാർ ഒരേ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ തെറ്റായിരുന്നു. പക്ഷെ ഈ പ്രശ്നം എന്ത് ചെയ്തു? മോഡേൺ പീരിയഡ് ടേബിൾ ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തു? പരിഹരിച്ചു. എന്ത് ചെയ്തു? സോഫ്റ്റിനൊക്കെ ഒരു ഗ്രൂപ്പിലും ഹാർഡിനൊക്കെ വേറെ ഗ്രൂപ്പിലാക്കിയിട്ട് അദ്ദേഹം മാറ്റി. ഓക്കെ ആണോ? പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രശ്നമായിരുന്നു എന്ത്? ഐസോട്ടോപ്പുകൾക്ക് എന്ത് കൊടുത്തിരുന്നില്ല? കൃത്യമായ സ്ഥാനം കൊടുത്തില്ലേ? ആറ്റോമിക മാസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകളില്ലേ? 3നും വ്യത്യസ്ത മാസ് നമ്പർ അല്ലേ വരുന്നത്? അപ്പൊ ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകൾക്കും സ്ഥാനം കൊടുക്കണ്ടേ? പക്ഷെ അതിന് അദ്ദേഹത്തിന് പറ്റുമോ? ഇല്ല. പക്ഷെ ആറ്റോമിക നമ്പർ ആകുമ്പോൾ എന്താണ്? ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകൾക്ക് എന്താണ്? സെയിം ആറ്റോമിക നമ്പറാ വരുന്നല്ലേ അടിയിൽ? ആറ്റോമിക് നമ്പർ അടിയിൽ എഴുതട്ടോ. അപ്പൊ സെയിം ആയിട്ടുള്ള ആറ്റോമിക് നമ്പറാ. അപ്പൊ ഹൈഡ്രജന് ഒരു സ്ഥാനം കൊടുത്താൽ മതി. അപ്പൊ ആ പ്രശ്നം ഇല്ല. അപ്പൊ അതും പരിഹരിച്ചു. പിന്നെ മൂന്നാമത് എന്തായിരുന്നു? അദ്ദേഹം എന്താണ്? ആറ്റോമിക മാസിന്റെ ഓർഡറിൽ അറേഞ്ച്മെന്റ് ചെയ്തു. അപ്പൊ എന്തായിരുന്നു? അപ്പോ അദ്ദേഹത്തിന് പൊട്ടാസ്യവും ആർഗണും അതുപോലെ പൊട്ടാസ്യം ഉണ്ട്. ആർഗണും പൊട്ടാസ്യം ഉണ്ട്. ഇവരുടെ എന്തായിരുന്നു? ഇവരുടെ മാസ് നമ്പർ എന്ന് പറയുന്നത് ആർഗണിന്റെ 40ഉം പൊട്ടാസ്യത്തിന്റെ എത്രയാണ്? 39. പക്ഷെ നോക്കി, ആർഗൺ കഴിഞ്ഞിട്ടാണ് ആരെ കൊടുത്തിരുന്നത്? മെന്റലീവ് ആദ്യം പൊട്ടാസ്യത്തെ കൊടുത്തത്. മാസ് നമ്പർ കൂടി വരുന്ന രീതിയാണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആർഗൺ കഴിഞ്ഞിട്ടല്ലേ പൊട്ടാസ്യത്തെ കൊടുക്കേണ്ടത്? പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. പക്ഷെ ആറ്റോമിക നമ്പർ ആയപ്പോ എന്ത് ചെയ്തു? ഈ പ്രശ്നമില്ല. ആർഗണിന്റെ ആറ്റോമിക് നമ്പർ 18, പൊട്ടാസ്യത്തിന്റെ എത്രയാണ്? 19. അപ്പൊ ഈ പ്രശ്നം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഇദ്ദേഹത്തിന് ആറ്റോമിക നമ്പറിന്റെ രീതിയിൽ എന്ത് ചെയ്തു? അസെൻഡിങ് ഓർഡർ എന്ത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞു, സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ ആറ്റോമിക മാസിന്റെ രീതിയിലാണെങ്കിൽ പറ്റീനോ? ഇല്ല. അങ്ങനെ ഈ 3 പ്രശ്നങ്ങളും എന്ത് ചെയ്തു? പരിഹരിച്ചു. അപ്പൊ ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഈ 3 പോയിന്റുകൾ നിങ്ങളുടെ ബുക്കിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കുകയെ. അപ്പൊ അതൊക്കെ ആയില്ലേ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം? നിങ്ങള് എന്താണ്? പീരിയോഡിക് ടേബിൾ പഠിക്കണം. പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? പീരിയോഡിക് ടേബിൾ കണ്ടിട്ടില്ലേ? ഏകദേശം ഇത് രൂപത്തിലൊരു പീരിയോഡിക് ടേബിൾ ആണ് കാണുക അല്ലേ? അതിൽ ഈ പീരിയോഡിക് ടേബിളില് എന്തുണ്ട്? ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ട് അല്ലേ? വിലങ്ങനെയും അതുപോലെ എന്താണ് കുത്തനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ കുത്തനെയുള്ള അഥവാ ഇങ്ങനെയുള്ള കോളംസ് അല്ലേ? കുത്തനെയുള്ള കോളംസ്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിയിലേക്ക് കേട്ടോ, ഇങ്ങനെ കുത്തനെയുള്ള കോളംസ് അഥവാ
വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ് ഇല്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്രൂപ്പ്. ഇതിനെയാണ് എന്ത് പറയാ, ഗ്രൂപ്പുകൾ. ഇനിയോ വിലങ്ങനെയുള്ള അതല്ലെങ്കിൽ എന്താണ് വെർട്ടിക്കൽ ആയിട്ടുള്ള അല്ലെ, വെർട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയാ, പീരിയഡ്. എന്താ പറയാ, പീരിയഡ്. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ പീരിയഡ്, ഇവിടുന്ന് അടിക്ക് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ്. ഓക്കെ അല്ലേ, ആ കാര്യങ്ങൾ നോക്കുക. ഇനി നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, ഓരോ ഗ്രൂപ്പുകളെ പേരും പഠിക്കണം. അടുത്തത് അല്ലേ, ഫസ്റ്റത്തെ നമ്മൾ പീരിയഡ് ടേബിൾ കാണാം. ഫസ്റ്റത്തെ ഗ്രൂപ്പിന്റെ പേരെന്തായിരുന്നു, ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താണ്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലേ. ഇനിയോ 3 മുതൽ 12 വരെയുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയാ, സംക്രമണ മൂലങ്ങൾ അല്ലെങ്കിൽ എന്ത് പറയും, ട്രാൻസിഷൻ എലമെന്റ്സ്. ഇനിയോ 13ാമത്തെ ആള് നമ്മൾ എന്ത് പറയും, എന്താ 13ാമത്തെ ആള്, ബോറോൺ കുടുംബം. ആരാണ്, ബോറോൺ ഫാമിലി. 14 ആരാണ്, കാർബൺ ഫാമിലി അല്ലെങ്കിൽ കാർബൺ കുടുംബം. 15 നൈട്രജൻ അല്ലേ, നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ നൈട്രജൻ കുടുംബം. 16 ആരാ, ഓക്സിജൻ. 16 ഓക്സിജൻ. 17 ആരാണ്, ഹാലജൻ കുടുംബം. ആരാണ്, ഹാലജൻ അല്ലെങ്കിൽ ആരെ പറയാ, ഹാലജൻ കുടുംബം അല്ലെങ്കിൽ ഹാലജൻ ഫാമിലി. 18 ആരാണ്, നോബിൾ ഗ്യാസ്. ആരാണ്, നോബിൾ ഗ്യാസ്. മലയാളത്തിൽ എന്ത് പറയും, ഉത്കൃഷ്ടവാദങ്ങള്. അപ്പൊ ഈ പേരുകൾ, ഈ ഗ്രൂപ്പുകൾ നിങ്ങൾ എന്തായിരിക്കണം, പഠിച്ചിരിക്കണം. ഇനി ആദ്യത്തെ 2 ഗ്രൂപ്പുകാരില്ലേ, ഇവരെന്താ, ഇവരാരാണ്, മെറ്റൽസുകളാണ്. ഇവര് മെറ്റലുകളാണ്, പേര് തന്നെ ഉണ്ട് അല്ലേ, അഥവാ ലോഹങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തറിയണം, ഇതുവരെ ഓക്കെ ആണോ, സെറ്റ് ആണോ? ഇനി നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയിട്ട് എന്താണ്, ഗ്രൂപ്പും പീരിയഡും കണ്ടെത്തണം. അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഫസ്റ്റത്തെ 1ാമത്തെ ഗ്രൂപ്പും 2ാമത്തെ ഗ്രൂപ്പും അതുപോലെ 13 മുതൽ 18 വരെ അഥവാ 1, 2, 13, 14, 15, 16, 17, 18 ഇല്ലേ, ഇത്രയും ഗ്രൂപ്പുകൾ 1ഉം 2ഉം 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയാ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഇവരെയാണ് നമ്മൾ എന്താ പറയാ, മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ മെയിനാ അല്ലെ, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ മെയിൻ ആളുണ്ടാവില്ലേ, അതേപോലെ ഇത്രയും ആൾക്കാരെന്താ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഇത്രയും ആൾക്കാർ. ഇവരുടെ പ്രത്യേകതകൾ പഠിക്കണം. ഇവരുടെ പ്രത്യേകതകൾ എന്താണ്, ഇവരുടെ ഗ്രൂപ്പുകൾ നോക്കിയാൽ 1ാമത്തെ ഗ്രൂപ്പുകൾക്ക് ഒരേ സ്വഭാവമായിരിക്കും, 2ാമത്തെ ഗ്രൂപ്പിന്റെ അടിയിൽ നോക്കുന്ന എലമെന്റ്സിനൊക്കെ ഒരേ സ്വഭാവമായിരിക്കും. അങ്ങനെ ഗ്രൂപ്പുകളിൽ ഇവരെന്തായിരിക്കും, ഒരേ സ്വഭാവമായിരിക്കും. സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, സിമിലർ ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസാണ് കാണിക്കുക. അഥവാ ഗ്രൂപ്പുകൾ ഇവര് രാസ സ്വഭാവങ്ങൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ ആണോ? 1. 2ാമത്തെ പോയിന്റ് എന്ത് പഠിക്കണം, ഇവയിൽ ഈ ഗ്രൂപ്പുകളിൽ എന്തുണ്ടാവും, മെറ്റൽസ് ഉണ്ടാവും. മെറ്റൽസ് ലോഹങ്ങൾ ഉണ്ടാവും, നോൺ മെറ്റൽസ് ഉണ്ടാവും. പിന്നെ ആരുണ്ടാവും, മെറ്റലോയിഡ്സുകൾ ഉണ്ടാവും അഥവാ ഉപലോഹങ്ങൾ ഉണ്ടാവും. എന്താ മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ, മെറ്റലിന്റെ സ്വഭാവം കാണിക്കും, നോൺ മെറ്റലിന്റെ സ്വഭാവം കാണിക്കും. അതിന്റെ എക്സാമ്പിൾസും പഠിക്കണം. ആരൊക്കെയാണ്, ജെർമേനിയം, പിന്നെ ആരാണ്, ആർസെനിക്, പിന്നെ ആരാണ്, സിലിക്ക അല്ലെ, ആർസെനിക്, ജെർമേനിയം, സിലിക്ക, ഇവരൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം. പിന്നെ ഒന്നും കൂടി ഉണ്ട്, ആന്റിമണി. ലാസ്റ്റത്തെയാണ് ആന്റിമണി. 4 എക്സാമ്പിൾസാണ് പറയുന്നത് ബുക്കിൽ. ആ 4 പേരെയും നിങ്ങൾ പഠിക്കണം കേട്ടോ. ജെർമേനിയം, സിലിക്ക, ആന്റിമണി അല്ലേ, ആന്റിമണി. പിന്നെ ആരുണ്ട്, സിലിക്ക ഉണ്ട്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, ആരാണ്, ജെർമേനിയം, സിലിക്ക, ആന്റിമണി, ആർസെനിക്. ആരാണ്, ആർസെനിക് കേട്ടോ, ആർസെനിക് കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ്, പ്രധാന ഗ്രൂപ്പുകളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ, പ്രധാന ഗ്രൂപ്പ് ആരെങ്കിലും ഒരാൾ തരും, എന്നിട്ട് എന്ത് കണ്ടെത്താൻ പറയും, ഗ്രൂപ്പും പീരിയഡും കണ്ടെത്താൻ അറിയണം. അത് സിമ്പിളാണ്, നമ്മൾ നോക്കിക്കോ. ഇപ്പൊ നമ്മൾ പറയാം, പ്രധാന ഗ്രൂപ്പത്തെ ഒരാളെ പറയാണ് സോഡിയം പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതുക, 11, 2, 8, 1 അല്ലേ. ഇനി ഇവരുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അവസാനം ഒരു ഇലക്ട്രോണാ വന്നിക്കണമെങ്കിൽ എന്തേക്കരം, 1ാമത്തെ ഗ്രൂപ്പാ. അവസാനം 2 ഇലക്ട്രോണാ വന്നിക്കണമെങ്കിൽ ആരാ വരിക, 2ാമത്തെ ഗ്രൂപ്പാ. അവസാനത്തിൽ 3 ഇലക്ട്രോണാ വന്നിട്ടുണ്ടെങ്കിൽ ഏതാ ഗ്രൂപ്പ് വരിക, 13ാമത്തെ ഗ്രൂപ്പാ. അഥവാ 1ഉം 2ഉം അല്ലാതെ 3 മുതൽ 8 വരെയുള്ള സംഖ്യകൾ വരുമ്പോ ഈ
ഇലക്ട്രോണിന്റെ എണ്ണത്തിന്റെ കൂടെ എത്ര കൂട്ടണം? 10 കൂട്ടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് കിട്ടും. ഓക്കെ ആണോ? 1 2 വന്നാൽ എന്താ? 1 വന്ന ഒന്നാമത്തെ ഗ്രൂപ്പ്, 2 വന്ന രണ്ടാമത്തെ ഗ്രൂപ്പ്, 3 വന്നാൽ ഈ 2ന്റെ മേലേക്കുള്ള സംഖ്യകൾ വന്നാൽ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ എത്ര കൂട്ടണം? 10 കൂട്ടണം. എപ്പോ വരുന്ന നോക്കേണ്ടത്? ലാസ്റ്റ് ഇലക്ട്രോണിനേട്ടോ നോക്കേണ്ടത്. ഇവിടെ മുന്നല്ല നോക്കേണ്ടത്, ലാസ്റ്റത്തെ ഇലക്ട്രോണ്. 1 വന്ന ഒന്നാമത്തെ ഗ്രൂപ്പ്, 2 വന്ന രണ്ടാമത്തെ ഗ്രൂപ്പ്, 3 വന്ന എന്ത് ചെയ്യണം? 10 കൂട്ടണം. 3 3ന്റെ മേലേക്കുള്ള ആര് വന്നാലും എത്ര കൂട്ടണം? 10 കൂട്ടിയാൽ എന്ത് കിട്ടും? ഗ്രൂപ്പ് കിട്ടും. 3 വന്ന 13, 4 വന്ന 14ാമത്തെ ഗ്രൂപ്പ്, 8 വന്ന എത്രാമത്തെ ഗ്രൂപ്പ്? 10 കൂട്ടി എത്രയാണ്? 18ാമത്തെ ഗ്രൂപ്പ്. ഓക്കെ ആണോ? ഈ പീരീഡ് എങ്ങനെ കാണുക? ഇവിടെ നിങ്ങൾ കോമ ഇട്ടിട്ട് എത്ര സംഖ്യകൾ എഴുതുക നോക്കുക. ഷെല്ലുകളല്ലേ? എത്ര ഷെല്ലുകളുണ്ട്? 1 2 3. എത്ര ഷെല്ലുകളുണ്ടോ അതാ പീരീഡ്. ഇവിടെ കോമ ഇട്ടിട്ട് 3 സംഖ്യ എഴുതിയില്ലേ? അപ്പൊ 3ാമത്തെ പീരീഡാണ്. വേറെ എക്സാമ്പിൾസ് നോക്കാം. വേറൊരു എക്സാമ്പിൾസ് പറഞ്ഞേ. ആരാണ്? കാൽഷ്യം 20 അല്ലേ? നമ്മളെങ്ങനെ എഴുതാ? 2 8 അല്ലേ? പിന്നെ എത്ര വരും? 8 2 അല്ലേ? 10 20. ഓക്കെ അല്ലേ? അവസാനം 2 ഇലക്ട്രോണ്. അപ്പൊ എത്രാമത്തെ ഗ്രൂപ്പാ? 2ാമത്തെ ഗ്രൂപ്പ് ആണോ? എത്രാമത്തെ പീരീഡാ? 1 2 3 4. 4ാമത്തെ പീരീഡ്. ഓക്കെ ആണോ? ഇനി വേറൊന്നിനെ നോക്കിക്കേ. വേറൊന്ന് പറഞ്ഞേ. ഓക്കെ. ആരാണ്? നിയോൺ 10 അല്ലേ? എങ്ങനെ എഴുതും? 2 8. ലാസ്റ്റ് 8 ഇലക്ട്രോണ് അല്ലേ? 8 വന്ന് എത്ര കൂട്ടണം? 10 കൂട്ടണം. 3ന്റെ മുകൾക്ക് എത്ര വന്നാലും എത്ര കൂട്ടണം? ലാസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണിനെ മക്കാളും കൂടുതലാണെങ്കിൽ 3 3നേക്കാൾ കൂടുതലാണെങ്കിലോ 10 കൂട്ടണം. 10 കൂട്ടി എത്ര കിട്ടും? 18. ഗ്രൂപ്പ് എത്രാമത്തെയാണ്? 18ാമത്തെ ഗ്രൂപ്പ് അല്ലേ? ഇനി അടുത്ത് എന്താ അറിയണം നിങ്ങൾക്ക്? എത്രാമത്തെ പീരീഡാ? എത്ര എണ്ണം എഴുതിക്കണം? 1 2 കോമട്ടിട്ട് 2 ഷെല്ല് എഴുതിക്കണം. അപ്പൊ 2ാമത്തെ പീരീഡ്. ഓക്കെ ആണോ? ഞാൻ അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കിക്കേ. വേറൊന്ന് പറഞ്ഞേ. ഓക്കെ. ആരാണ്? കാർബൺ. കാർബൺ എങ്ങനെ എഴുതാ? 2 4 അല്ലേ? ലാസ്റ്റ് 4 ഇലക്ട്രോൺ അല്ലേ? 3 3നേക്കാൾ വലുതാ വന്ന. അപ്പൊ 10 കൂട്ടിയ 14ാമത്തെ ഗ്രൂപ്പ്. 1 2 2ാമത്തെ പീരീഡ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പക്ഷെ ഇതിൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കൂല. നിങ്ങളോട് എന്ത് ചോദിക്കും അറിയണം? ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഒരു രീതിയിൽ എങ്ങനെ ചോദിക്കും അറിയോ? ഇങ്ങനെ ചോദിക്കും. എങ്ങനെ? ഇപ്പൊ പറയും എത്രാമത്തെ ഗ്രൂപ്പാണ്? 14ാമത്തെ ഗ്രൂപ്പാണ്. 14ാമത്തെ ഗ്രൂപ്പാണ്. അതുപോലെ പറയും 3ാമത്തെ പീരിയഡാണ്. 3ാമത്തെ പീരിയഡാണ്. ഈ എലമെന്റിന്റെ ആറ്റോമിക നമ്പർ എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എൻ്റെ മക്കള്? ഒന്നും എന്ത് ചെയ്താൽ മതി? സിമ്പിളാണ് പരിപാടി. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ 14ാമത്തെ ഗ്രൂപ്പ് അല്ലേ? 14ാമത്തെ ഗ്രൂപ്പ് വരണമെങ്കിൽ എന്ത് ചെയ്ത്? ഈ ഗ്രൂപ്പ് എങ്ങനെ കിട്ടിയത്? അവസാനത്തെ ഇലക്ട്രോണിന്റെ കൂടെ 10 കൂട്ടിയപ്പോഴല്ലേ കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്യുക എൻ്റെ മക്കള്? എന്ത് ചെയ്യാ? ഈ 14ന്ന് 10 കുറക്കുക. അപ്പൊ എന്ത് കിട്ടും? അവസാനത്തെ ഇലക്ട്രോൺ കിട്ടും. അവസാനത്തെ ഇലക്ട്രോൺ എത്ര കിട്ടി? 4 ഇലക്ട്രോൺ കിട്ടി. ഓക്കെ ആണോ? എന്ത് ചെയ്യാ? 14ാമത്തെ ഗ്രൂപ്പ് വന്നപ്പോ എന്ത് ചെയ്തു? നമ്മൾ 10 കൂട്ടിയപ്പോഴാണ് ഗ്രൂപ്പ് കിട്ടിയത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെ 10 കുറക്കുക. അപ്പൊ 4 കിട്ടി. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എത്രയാണ്? 4 ആണെന്ന് മനസ്സിലായി. ഈ 4 എത്ര ഷെല്ലുകൾ കഴിഞ്ഞിട്ടാ? 3ാമത്തെ പീരീഡ് ആണ്. എത്ര ഷെല്ലുകൾ ഉണ്ട്? എത്ര എണ്ണം കോമട്ട് എഴുതണം? 3 സംഖ്യ എഴുതണം. അതിൽ ലാസ്റ്റ് സംഖ്യയാണ് 4 അല്ലേ? ഇതിന് തൊട്ട് മുമ്പ് എത്ര വരണം? ആദ്യം കെയിൽ 2ഉം എല്ലിൽ 8ഉം വന്നിട്ടല്ലേ അടുത്ത എം ഷെല്ലിലേക്ക് എത്ര വരാൻ പറ്റുള്ളൂ? 4 വരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? 2 8 10 4 അല്ലേ? കിട്ടിയില്ലേ? ഇയാളെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടിയില്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാ? ഇയാളെ ആറ്റോമിക് നമ്പർ മൊത്തം കൂട്ടുക. 2ഉം 8ഉം 10ഉം 1ഉം 14. ആറ്റോമിക് നമ്പർ എത്ര കിട്ടിയത്? 14 കിട്ടി ഇല്ലേ? ഓക്കെ ആണോ? ഈ കാര്യം പറഞ്ഞത് ഓക്കെ ആണോ? ഇനി നിങ്ങളോട് ചോദിക്കാണ് ആറ്റോമിക നമ്പർ കണ്ടെത്താൻ ചോദിക്കും. ചിലപ്പോൾ നിങ്ങളോട് മാസ് നമ്പർ കണ്ടെത്താൻ ചോദിക്കും. പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഇതിൽ ഇത്ര ന്യൂട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളോട് ഇതൊക്കെ ചോദിച്ചിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിൽ 16 ന്യൂട്രോൺസ് ഉണ്ടെങ്കിൽ മാസ് നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആറ്റോമിക നമ്പർ കിട്ടിയില്ലേ? ആറ്റോമിക നമ്പറിന്റെ കൂടെ ന്യൂട്രോൺസുകളും കൂട്ടി എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും അല്ലേ? ആറ്റോമിക നമ്പർ എത്ര നമുക്ക് കിട്ടിയ? 14. മാസ് നമ്പർ എത്രയാണ്? 16 കൂട്ടി എത്ര കിട്ടും? 30 അല്ലേ? അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ ആണോ? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്തൊക്കെയാ പഠിക്കുന്നത്? അങ്ങനെ നമുക്ക് പീരിയഡും ഗ്രൂപ്പും കാണാൻ പഠിഞ്ഞു. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് പഠിക്കണം? ആറ്റത്തിന്റെ സൈസ് പഠിക്കണം. അടുത്തെന്താണ്? ആറ്റത്തിന്റെ സൈസ് എങ്ങനെയാണെന്ന് പഠിക്കണം.
ആറ്റത്തിന്റെ സൈസ് എങ്ങനെയാണ്? ആറ്റത്തിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ഗ്രൂപ്പ് അല്ലേ, ഗ്രൂപ്പ് അല്ലത്? ഓക്കെ, ഒരു ആറ്റത്തിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എത്ര കാര്യങ്ങളുണ്ട്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്? ന്യൂക്ലിയർ ചാർജ്. ഒന്നെന്താണ്? ന്യൂക്ലിയർ ചാർജ്. രണ്ടാമത്തെ എന്താണ്? ഷെൽ നമ്പർ. എന്താണ്? ഷെൽ നമ്പർ. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും? കുറയും. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ ആറ്റത്തിന്റെ സൈസ് കുറയും. ഷെൽ നമ്പർ കൂടിയാലോ? ഷെൽ നമ്പർ കൂടുകയാണെങ്കിൽ ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ ആണോ? ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചുറ്റോറുള്ള ഷെല്ലുകളില്ലേ, ഈ ഷെല്ലുകളില്ലേ, KLM, അതാണ് ഷെല്ലുകൾ. ഈ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസും അതുപോലെ ഇവിടുത്തെ ഇലക്ട്രോൺസുകളും ഇല്ലേ, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺസിന് എന്താ? നെഗറ്റീവ് ചാർജ്. ഇവ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഈ അട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയർ ചാർജ്. അപ്പൊ ഈ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസുകളൊക്കെ എന്ത് ചെയ്യും? ഈ പോസിറ്റീവിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആറ്റത്തിന്റെ സൈസ് കുറയും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ എന്തൊക്കെ നോക്കുക? ഒരു ആറ്റത്തിന്റെ ഒരു ഗ്രൂപ്പിലെ ഒരു പീരിയോഡിക് ടേബിളില് എന്ത് ചെയ്യുക? ഗ്രൂപ്പിലൂടെ പോകുമ്പോൾ അഥവാ മുകളിൽ നിന്നും അടിയിലേക്ക് പോവുക. എന്ത് ചെയ്യാ? മുകളിൽ നിന്നും ഡൗണിലേക്ക് അടിയിലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത് നോക്കിയേ. എന്താ ഉണ്ടാവുക? ഇവിടെ എന്ത് ചെയ്യും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതാണെങ്കിൽ എവിടെ എഴുതാം? സോഡിയം അല്ലേ? സോഡിയം കഴിഞ്ഞാൽ ഒരു പൊട്ടാസ്യം അല്ലേ? സോഡിയം പൊട്ടാസ്യം ഇങ്ങനെ അടിയിലേക്ക് വരൂലേ? ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുമ്പോൾ ആരൊക്കെ എഴുതാം? ഹൈഡ്രജൻ എഴുതാം. പിന്നെ ആരെഴുതാം? രണ്ടാമത്തെ ആളാരാണ്? സോഡിയം. മൂന്നാമത്തെ ആൾ പൊട്ടാസ്യം. ഇവരെ എഴുതി നോക്കിയേ. ഇവിടെ എന്താണ്? ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ ന്യൂക്ലിയസും ഒരു എന്തുണ്ടാവും? ഒരു ഷെല്ലിന് ഒരു ഇലക്ട്രോൺസും ഉണ്ടാവും. പൊട്ടാസ്യത്തിന്റെ എത്ര? 11. അപ്പൊ ന്യൂക്ലിയസ് എത്ര ഉണ്ടാവും? 3 ഷെല്ലുകൾ ഉണ്ടാവും ഇല്ലേ? 3 ഷെല്ലുകളില്ലേ? ഇതിന്റെ ഇടയിൽ ആരുണ്ട്? ലിഥിയം ഉണ്ട് കേട്ടോ. സോറി, ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് ആരുണ്ട് ഇവിടെ? ലിഥിയം ഉണ്ട്. ലിഥിയം 3. പിന്നെ ആര് വരും? സോഡിയം. പിന്നെ പൊട്ടാസ്യം അല്ലേ? ഇനി ഇവിടെ നോക്കുക, ഇവരെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കുക. ഇവിടെ ന്യൂക്ലിയസ്, ഒരു ഓർബിറ്റൽ, ഒരു ഇലക്ട്രോണ്. ഇനി അടുത്ത ഇത് ലിഥിയത്തിന്റെ വരക്കുമ്പോഴോ ന്യൂക്ലിയസ് ആദ്യത്തെ ഓർബിറ്റലിൽ 2 ഇലക്ട്രോണ്, പിന്നത്തെ ഓർബിറ്റലിൽ 1 ഇലക്ട്രോണ്. ഇനി അടുത്ത സോഡിയത്തിന്റെ വരക്കുമ്പോഴോ ന്യൂക്ലിയസ് എത്ര ഉണ്ടാവും? 3 ഓർബിറ്റൽ. ആദ്യത്തെ ഓർബിറ്റലിൽ 2 എണ്ണം, പിന്നത്തെ ഓർബിറ്റലിൽ എത്ര ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും അല്ലേ? 8 എണ്ണം ഉണ്ടാവും. പിന്നെ അടുത്ത ഓർബിറ്റലിൽ 1. അടുത്ത ആരാണ്? സോഡിയം കഴിഞ്ഞ ആരാ? പൊട്ടാസ്യത്തിന്റെ വരക്കുമ്പോൾ എത്ര ഓർബിറ്റൽസ് ഉണ്ടാവും? 4 ഓർബിറ്റൽസ് ഉണ്ടാവും. നോക്കിയേ, ഇവിടുന്ന് മേലെന്ന് അടിക്ക് പോകുന്തോറും എന്താണ്? ആദ്യത്തിൽ 1 ഷെല്ല്, ഇവിടെ 2 ഷെല്ല്, ഇവിടെ എത്ര ഷെല്ലായി? 3 ഷെല്ലായി. ഇവിടെ എത്ര എണ്ണായി? 4 ഷെല്ലായി. ഷെല്ലുകളുടെ എണ്ണം ഇങ്ങനെ കൂടുകയല്ലേ? ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ആറ്റത്തിന്റെ സൈസും കൂടൂലേ? ഇവിടെ നോക്കിയേ, ഇലക്ട്രോൺസും കൂടുന്നുണ്ട്. പക്ഷെ ഇലക്ട്രോൺസ് കൂടുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. പക്ഷെ ഈ ന്യൂക്ലിയർ ചാർജിനെ ആര് ഓവർകം ചെയ്യും? ഷെൽ നമ്പർ ഓവർകം ചെയ്യും. ഷെൽ നമ്പർ അത്രയും അങ്ങനെ കൂടാണ്, എല്ലാത്തിനും കൂടി വരികയാണ് അല്ലേ? അങ്ങനെ ഷെൽ നമ്പർ കൂടി വരുന്നതുകൊണ്ട് ന്യൂക്ലിയർ ചാർജിനെ ആര് ഓവർകം ചെയ്യും? ഷെൽ നമ്പർ ഓവർകം ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും? മുകളിൽ നിന്നും അടിയിലേക്ക് പോരുന്നതോടും ആറ്റത്തിന്റെ സൈസ് കൂടി വരും. ഓക്കെ ആണോ? ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ആറ്റത്തിന്റെ സൈസ് ഓക്കെ ആണോ? അടുത്തെന്താണ്? പീരിയഡിൽ നോക്കുക. പീരിയഡിൽ ഇങ്ങനെ നോക്കി നോക്കുക. പീരിയഡിൽ ആരെ നോക്കുക? നമുക്ക് ഇവിടുന്ന് നോക്കാം അല്ലേ? ലിഥിയം അല്ലേ? 3 ലിഥിയം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ആരൊക്കെ ഉണ്ടാവും? 4-മത്തെ ആരാണ്? ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ അല്ലേ? 4, 5, 6. നൈട്രജൻ 7. ഇവരുടെ നോക്കിയേ, ലിഥിയത്തിന്റെ എങ്ങനെയാണ്? ന്യൂക്ലിയസ് ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നെ 1 ഇലക്ട്രോൺ. ഇയാളത് നോക്കിയേ, ന്യൂക്ലിയസ് ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നത്തെ ഷെല്ലിൽ വീണ്ടും 2 ഇലക്ട്രോൺ. 4 അല്ലേ? ഇത് എഴുതുമ്പോൾ 2, 1, ഇവിടെ 2, 2, ഇവിടെ എഴുതുമ്പോഴോ 2, 3, ഇവിടെ എഴുതുമ്പോഴോ 2, 4, ഇവിടെ എഴുതുമ്പോൾ 2, 5. ഇങ്ങനെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത്. ഞാൻ അടുത്ത് എഴുതുമ്പോഴോ ന്യൂക്ലിയസ് ആദ്യത്തെ 2 ഇലക്ട്രോൺ, പിന്നത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 1, 2, 3 ഇലക്ട്രോൺ. അടുത്ത് വരുമ്പോൾ എന്താവും? ആദ്യത്തെ 2 ഇലക്ട്രോൺ, പിന്നെന്താണ്? 4 ഇലക്ട്രോൺ. അടുത്ത ന്യൂക്ലിയസ് ആദ്യത്തെ 2 ഇലക്ട്രോൺ, ലാസ്റ്റ് ഷെല്ലിലെ രണ്ടാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ അല്ലേ? നോക്കിയേ, ഇവിടെ ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ളൂ. ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ എത്ര എണ്ണാണ്? 4, ഇവിടെ 5 അല്ലേ? പക്ഷെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ടോ? എല്ലാത്തിലും 2 ഷെല്ലുകളേ ഉള്ളൂ, കെയും എല്ലും ഉള്ളൂ. പക്ഷെ എന്താ കൂടുന്നത്? ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നുണ്ട്.
അപ്പൊ ഇവിടെ എന്താണ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടും. ഇലക്ട്രോണിന്റെ എണ്ണം കൂടി എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടി എന്ത് ചെയ്യും? ആറ്റത്തിന്റെ സൈസ് കുറയും. ഓക്കെ ആണോ? ഇലക്ട്രോണിന്റെ എണ്ണം കൂടി, ഇലക്ട്രോണിന്റെ എണ്ണം കൂടിയപ്പോൾ എന്ത് ചെയ്തു? ന്യൂക്ലിയർ ചാർജ് കൂടി, ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു. പക്ഷെ ഇവിടെ എന്തില്ല? ഷെല്ലുകള് കൂടുന്നില്ല. അതുകൊണ്ട് എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോ ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും? കുറയും. പക്ഷെ മറ്റോടത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ കൂടുന്നുണ്ട്. പക്ഷെ എന്താണ്? ഷെല്ലുകളും അതുപോലെ കൂടുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? ന്യൂക്ലിയർ ചാർജിനെ ആര് ഓവർകം ചെയ്യും? ഷെൽ നമ്പർ ഓവർകം ചെയ്യും. അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്നും അടിയിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടുന്നത്. പീരിയഡിലാണെങ്കിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യാണ്? കുറയാണ്. ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുക? കുറയാ. നമ്മളിങ്ങനെ വരക്കുമ്പോഴേ എങ്ങനെ വരുന്ന അറിയോ? ഇതൊന്നും കൂടി വരക്കട്ടോ. ഇതിനേക്കാളും ചെറുതായിരിക്കും ഇയാള്, അതിനേക്കാളും ചെറുതായിരിക്കും. അങ്ങനെ ആറ്റത്തിന് ഇവിടുന്ന് പോകുമ്പോൾ എന്ത് ചെയ്യും? ആറ്റത്തിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. മനസ്സിലായോ? പീരിയഡിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കുറയും. കാരണം ഇലക്ട്രോൺ കൂടും, ന്യൂക്ലിയർ ചാർജ് കൂടും, ആറ്റത്തിന്റെ സൈസ് കുറയും. ഇവിടെ എന്തില്ല? ഷെൽ നമ്പറിന് ഒരു വ്യത്യാസമില്ല. പക്ഷേ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ആറ്റത്തിന്റെ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങളും ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുക. ഓക്കെ അല്ലേ? പിന്നെ മക്കളെ, ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? നോബിൾ ഗ്യാസും കൂടി ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അല്ലേ? എന്താ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതങ്ങൾ എന്താണ്? 18ാമത്തെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതങ്ങൾ എന്ന് പറയാം. അവർക്ക് പ്രത്യേകം എന്താ? ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉള്ളത് നോക്കിയേ. ഒന്നാമത് ഹീലിയം, രണ്ടാമത് ആരാ? നിയോണ്, മൂന്നാമത് ആരാണ്? ആർഗൺ, നാലാമത് ക്രിപ്റ്റോൺ, അങ്ങനെ പോകുന്നത് അല്ലേ? എത്രയാണ് ഹീലിയത്തിന്റെ ആറ്റോമിക് 2, നിയോണിന്റെ എത്രയാണ്? 10, ആർഗണിന്റെ 18, ഇവിടെ 36. ഇവിടെ നോക്കിയേ മക്കളെ, ഇയാളൊക്കെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കുക. നോബിൾ ഗ്യാസ് ഏത് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതങ്ങൾ? ഹീലിയത്തിന്റെ 2 വരും. ഇവരുടെ 10 ഇലക്ട്രോൺ ആയതിന് 2, 8 വരും. ഇവരുടെ എങ്ങനെ വരും? 2, 8, 2 വരും. 2, 8, 8 വരും. അടുത്ത ഇവരുടെ എങ്ങനെ വരും? 2, 8, 8 കഴിഞ്ഞാല് 18, പിന്നെ എന്ത് വരും? 8. ഈ രീതിയിലല്ലേ വരിക? നോക്കിയ മക്കളെ, ഹീലിയത്തിന് മാത്രം എന്താണ്? അവസാന ഷെല്ലിൽ 2 ഇലക്ട്രോൺസേ ഉള്ളൂ അല്ലേ? ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? 8 അല്ലേ? അപ്പോ ഒരു ആറ്റത്തിന് അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടിയെന്ന് പറഞ്ഞാൽ അവരുടെ വയറ് നിറഞ്ഞു. പരമാവധി എത്ര ഇലക്ട്രോണാ പറ്റുക? 8 ഇലക്ട്രോണാ. ഒരു ആറ്റത്തിന് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായി? അഷ്ടക വിന്യാസമായി അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടി. ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അഷ്ടക വിന്യാസം എന്ന് പറയാ. ഓക്കെ ആണോ? അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? ഇവർക്കൊക്കെ എന്ത് ചെയ്യും? വയറ് നിറഞ്ഞു അല്ലേ? എന്ത് ചെയ്തു? ഇവർക്ക് പരമാവധി ഇലക്ട്രോൺ കിട്ടി. നിങ്ങളൊക്കെ വയറ് നിറഞ്ഞ പിന്നെ വല്ല പണിയെടുക്കുവോ? കടന്നുറങ്ങൂലേ? അതേമാതിരി തന്നെ ഇവർക്ക് എന്താ? 8 ഇലക്ട്രോൺസ് കിട്ടി. അപ്പൊ എന്ത് കിട്ടി? സ്റ്റെബിലിറ്റി കിട്ടി. ഇനി എന്ത് ചെയ്യൂല? ഇവർ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടൂല, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ ഇവരെന്ത് ചെയ്യൂല? ഏർപ്പെടൂല. ഇവരെന്ത് ചെയ്യും? അതിൽ വിമുഖത കാണിക്കും, താല്പര്യം ഉണ്ടാവില്ല. ഇവർക്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇവർക്കിടെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്, അഥവാ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഓക്കെ ആണോ? ഇനി ഇതിന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കടാ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരും. ഒരു ആറ്റം എക്സ് എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 6 ആണ്. 2, 8, 6 ആണ്. എന്നിട്ട് ചിലപ്പോൾ ചോദിക്കും, ഈ ആറ്റം നോബിൾ ഗ്യാസ് ആണോ ഉത്കൃഷ്ടവാതകമാണോ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ല. കാരണം എന്താ? നോബിൾ ഗ്യാസ് ആണെങ്കിൽ എന്താണ്? അവസാനം 8 ഇലക്ട്രോൺ വേണ്ടേ? എന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത ചോദ്യം എന്തായിരിക്കും അറിയാം? ഈ ആറ്റത്തിന് ശേഷം വരുന്ന ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ആരാണ് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്താ 2, 8, 6 അല്ലേ? ഇവിടെ എന്താവണം? ഈ 6 8 ഇലക്ട്രോൺ ആയ നോബിൾ ഗ്യാസ് ആയില്ലേ, അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകം ആയില്ലേ? അപ്പൊ ഈ 6 ഇലക്ട്രോണിലോട്ട് നിങ്ങൾ എന്ത് എഴുതണം? 8 ഇലക്ട്രോൺ എഴുതണം. അപ്പൊ എന്തായി? 2, 8, 8. അപ്പൊ ഈ ആറ്റോമിക് നമ്പർ എന്തായി? 10ഉം 18. അപ്പൊ ഈ ആറ്റത്തിന്റെ ശേഷം വരുന്ന നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 18 ആണ്. ഓക്കെ ആണോ? ഇനി അല്ലെങ്കിൽ ചോദിക്കാണ്, ഈ ആറ്റത്തിന് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകം ഏതാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? നിങ്ങൾ ലാസ്റ്റ് കാണുന്ന ഇലക്ട്രോണില്ലേ, അയാളാണ് കളയുക.
അയാളെ കളഞ്ഞെന്താവും 2 ആവൂലേ, ലാസ്റ്റ് 8 ഇലക്ട്രോൺ കിട്ടിയില്ലേ. അപ്പൊ ഇയാളായിരിക്കും എന്ത് വരിക, മുമ്പ് വരുന്നത്. ആറ്റോമിക് നമ്പർ എത്രയാണ്, 10. ശേഷം വരുന്ന ആരാണ്, 2, 8, 8. ഓക്കെ അല്ലേ. ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ABCD ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ABCD തന്നിട്ടുണ്ടാവും 2, 8, 7, 2, 8, 1, 2, 8, 8, 2, 8, 4. എന്നിട്ട് ചോദിക്കും ഇതിലാരാണ് ഉത്കൃഷ്ടവാതകം. അപ്പൊ നിങ്ങൾ നോക്കുക, ലാസ്റ്റ് 8 ഇലക്ട്രോൺ ഉള്ളത് ആരാണ് നോക്കുക, അല്ലെ അയാളേക്ക് ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ നോബിൾ ഗ്യാസ്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക കേട്ടോ. അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ അല്ലേ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക സാറോട്. ഓക്കെ ആണല്ലോ, സെറ്റ്. അപ്പൊ നന്നായിട്ട് എക്സാമിന് പഠിച്ചിട്ട് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. ഓക്കെ.